ഹലോ ബോയ്സ്, ഞാൻ പറയുന്നത് കേൾക്കാം? യെസ് ക്യാപ്റ്റൻ. യെസ് എല്ലാരും ക്യാപ്റ്റൻ, എല്ലാരും പറയാം, എല്ലാരും കേൾക്കാൻ സംസാരിക്കും. പറ്റുന്നുണ്ട് ഇവിടെ ക്യാപ്റ്റൻ. നമ്മുടെ ടീമിൽ ആരും ആരും മിണ്ടാതെ ഊമകളായിട്ടിരിക്കുന്നത്, എല്ലാരും സംസാരിക്കും. കമോൺ Hi, ബോയ്സ്, sir. കേൾക്കാം? Sergeant Wolf reporting, sir. ആരും ഇപ്പൊ ഹലോ സർജൻ സാറെന്ന് AK കണ്ട് റിപ്പോർട്ടിംഗ് സാർ. വിളിച്ച് അത് ഏതോ ക്ലാസ്സിലൊക്കെ സാറുമാരൊക്കെ വിളിക്കുന്നവരെ, ഇതൊരു നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്കിന് പോകണം. അപ്പൊ അതിന്റേതായ റെസ്പോൺസിബിലിറ്റി കാണിക്കും. ആരാണ് എന്നെ വിളിച്ചത്? സർജൻ കുഞ്ഞുഞ്ഞാണെന്ന് ഐ എം തോന്നുന്നു. സോ സോറി സാർ. ഞാൻ AK സീനിയർ ആണ് വിളിച്ചത് ഓക്കെ സാർ. ഓക്കെ ഞാൻ സാറില്ല. ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് അപ്പോ പെട്ടെന്നുള്ള രീതിയിൽ വിളിച്ചത് സാർ. അപ്പോ നമ്മുടെ ഇന്നത്തെ മിഷൻ എന്താണെന്ന് അറിയോ? സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റി ഒരു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ക്യാൻ യു എക്സ്പ്ലെയിൻ? ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഉണ്ട് ആദ്യം നമുക്ക് ക്യാപ്റ്റൻ. ഞാൻ കുറെ യുദ്ധത്തിനൊക്കെ പോയിട്ടുള്ളയാ. ഞാൻ ഞാൻ കുറെ വെടി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുള്ളയാ. കൊച്ചു പിള്ളേരെ പോയിട്ട് പൊട്ടാസ് പൊട്ടിക്കുന്നതല്ല, ഇത് വലിയ വലിയ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? Captain, would you mind explaining the things better? ഓഫ് കോഴ്സ്. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടാതെ, ഓക്കെ? ഇപ്പൊ ഈ 4 പേരുണ്ട്, ഈ 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയമില്ല. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ മിഷനിലുള്ളത് സർജന്റ് AK ഉണ്ട്, അതായത് അസർ കടയടി. സർജൻ കുഞ്ഞൂനുണ്ട്, പിന്നെ സർജൻ വൂൾവറിൻ ഉണ്ട്, അതായത് വൂൾഫ് എന്ന് വിളിക്കും. ഓക്കെ. ആക്ച്വലി സർജൻ AKയും സർജൻ കുഞ്ഞൂനും ഒരേ ഫാമിലി ഉള്ളതാണ്. ഈ മിസ്റ്റർ അസർ, ഈ AK എന്നുള്ളത് ഇതിന്റെ ഫുൾ ഫോം അസർ കടയാടി എന്നാണോ? നിങ്ങളുടെ ഫാമിലി ഏത് ഫാമിലി എന്ന് പറയുന്നത്? അസർ ഈക്വൽ ടു കടയാടി എന്നാണ്. ഫാമിലി നെയിം No, sir. It's Alavaladi Kadayadi. കടയാടി കടയാടി ഫാമിലിയാണ്. അതാ ലുക്ക് കണ്ടപ്പോഴേ തോന്നി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ആദ്യം സർജൻ കടയാടി, താങ്കൾ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. താങ്കളെ തന്നെ എല്ലാവരോടും പറഞ്ഞു കൊടുത്തോളൂ. എന്താണ് താങ്കളുടെ കളി? മൈ ഡിയർ ഫ്രണ്ട്സ്, ആക്ച്വലി ഞാൻ സർജൻ അസർ കടയാടിയാണ്. ഞാൻ ആക്ച്വലി കുറെ ബാറ്റിൽസിന് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ക്യാപ്റ്റൻ മോനു ആണ് ഈ ഇതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ എനിക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ക്യാപ്റ്റൻ ക്രിസിനെ സെർവ് ചെയ്യേണ്ട വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. പിന്നെ എന്റെ സ്വന്തം ബ്രദറായ കടയാടി ഫാമിലിയിൽ തന്നെ കുഞ്ഞുണ്ട് ഇവിടെ. അവൻ എന്റെ ബ്രദറും കൂടിയാണ്. ഈ ഫീൽഡിലാണ് വിദഗ്ധരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? വെടിവെക്കലായിരുന്നു ഞങ്ങളുടെ ഉപ്പുപ്പാട വരെ ഉൾപ്പെടെ വെടിവെക്കൽ ഫാമിലിയിലായിരുന്നു. ഞങ്ങളെ നാട്ടിൽ വെടിവെക്കൽ ഫാമിലി എന്ന് വരെ. ഇപ്പൊ ഞങ്ങളുടെ പാരമ്പര്യം കൊണ്ടു നടക്കുന്നത് ഞങ്ങളാണ്. ആക്ച്വലി ഞങ്ങൾക്ക് മുന്നേ കൊച്ചാപ്പ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വലിയ വെടിക്കാരനായിരുന്നു. ഫാമിലി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത്. ബോയ്സ് പ്ലീസ് ഫോക്കസ്. സോറി. പറയാനുള്ളത് താങ്കളെ പറ്റി പറയാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെന്നെ കണ്ടപ്പോഴേ തോന്നി. സീനിയർ പറഞ്ഞ എത്ര തന്നെ. ഓക്കെ, സർജൻ വൂൾഫ്, താങ്കളുടെ പ്രത്യേകമായിട്ടുള്ള കഴിവ്, താങ്കൾ സ്നൈപ്പറിൽ വിദഗ്ധനാണെന്ന് ഞാനിങ്ങനെ കേട്ടു. സത്യമാണോ? സ്നൈപ്പറിൽ മാത്രമല്ല ക്യാപ്റ്റൻ, ചാവുമ്പോൾ ബോംബ് കൊണ്ട് ആൾക്കാരെ കൊല്ലുക, കത്തിച്ചു കൊല്ലുക, ഒളിഞ്ഞിരുന്ന് കൊല്ലുക, സ്ട്രാറ്റജിച്ച് കൊല്ലുക. ചാവേറാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ. ഇതിപ്പോ ഞാൻ ചക്കി ഇട്ടു മുയൽ ചത്തു എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. കളിയിലാണ് കാണേണ്ടത് അതൊക്കെ. ഇത് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന പറയാം കൊണ്ടുപോയി ഞാൻ ആലോചിക്കുമ്പോഴാണ്. അത് ഞാൻ യോജിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരാം. എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എനിക്ക് 70 വർഷത്തെ സർജിക്കൽ സൈക്കിൾ ഉണ്ട്. എനിക്ക് വയസ്സ് 20 ഉള്ളൂ. പക്ഷെ 70 വർഷത്തെ എങ്ങനെ വന്നു കേട്ടില്ല ക്യാപ്റ്റൻ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ക്യാപ്റ്റൻ ഉള്ളത്? 70 വർഷത്തെ. പക്ഷെ ആക്ച്വലി എന്റെ വയസ്സ് 20 ഉള്ളൂ. പക്ഷെ എനിക്ക് 70 വർഷത്തെ പാരമ്പര്യം വന്നത് എന്റെ ബാക്കിലുള്ള എന്റെ ജൂനിയേഴ്സ് ആക്ച്വലി എനിക്ക് സർജൻ വൂൾഫിനെ അങ്ങോട്ട് തീരെ പിടിച്ചില്ല. പിന്നെ എന്റെ ടീം ആയതുകൊണ്ടും എനിക്കിപ്പോ വേറെ ആൾക്കാരെ കിട്ടാത്തത് കൊണ്ടും ഇനി ബംഗാളികളെ വിളിക്കേണ്ട ഒരു ഇതിലേക്ക്, അതുകൊണ്ട് ഞാൻ ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ബോയ്സ്, നമ്മൾ ഇന്നത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കളിക്കാത്തൊരു ഫീൽഡിലേക്കാണ്, നമ്മൾ ഇതുവരെ ഇറങ്ങാത്തൊരു ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ ഒരു വേൾഡിൽ നമ്മളെ പോലെ 100 കണക്കിന് കിരീടങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ ഇടയിലേക്ക് നമ്മളെ ഒരു കണ്ടത്തിലേക്ക്, ബാറ്റിൽ ഫീൽഡിലേക്ക് നമ്മളെ ഇറക്കി വിടുന്നു ഒരു ഫ്ലൈറ്റിൽ കൊണ്ട്. ഇത് ഇവിടെ പറക്കാൻ ആർക്കെങ്കിലും പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഇറങ്ങണം. ഉണ്ട് ബോസ്, സോറി ഉണ്ട് ക്യാപ്റ്റൻ, എനിക്കുണ്ട്. അല്ല, ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ പോലും അർപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെ. അപ്പൊ ഞാൻ പറയുന്ന മുഴുവനെ കേക്ക്. അപ്പൊ 100 പേര് അടങ്ങുന്ന
ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് നമ്മളെ ഇറക്കി വിടും. നമ്മളെ കൂട്ടി 100 പേരടങ്ങുന്ന ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് നമ്മളെ ഇറക്കി വിടുന്നു. നമ്മൾ ബാക്കി നമ്മൾ ബാക്കി 96 പേരെ കൊന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്യുന്നു. മനസ്സിലായി? ഞാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീരന് മൃത്യു ഒരു തവണ ഉള്ളൂ. പക്ഷെ ഇന്നെങ്ങാണ് ആ മൃത്യു ഇവിടെ ഇറങ്ങുമ്പോ അങ്ങനെ കാണിച്ച മേലെ ഒരു കണ്ണിന് ഞാൻ വിളിക്കുന്നു ഉള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇതാക്കും. പറക്കാൻ പേടിയുള്ളമാര് എന്നെ നേരത്തെ ഫോളോ ചെയ്തോണം. സർജൻ കുഞ്ഞു ഒന്ന് റെഡി കൊടുത്തു. താങ്കളൊന്ന് റെഡിയാകും. ക്യാപ്റ്റൻ ഈ ഫിൽ സ്കോഡ് ഒന്ന് മാറ്റാവോ? കാരണം നമ്മുടെ ടീമിൽ ഒരു ചാരം വന്ന് കയറാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ. അപ്പൊ നമുക്ക് എന്ത് പറയുന്നു? ഇതിൽ കൂടുതൽ ഇനി ആര് കയറാനാ? ക്യാപ്റ്റൻ സോറി ടു ഇന്ററാപ്റ്റ്. എനിക്ക് ഈ വൂൾഫിന്റെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല. അറ്റ്ലീസ്റ്റ് അവര് ബിഹേവ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഐ കനോട്ട്. ഓക്കെ ക്യാപ്റ്റൻ, എനിക്ക് പറക്കാൻ പേടിയില്ല. ക്യാപ്റ്റൻ, എനിക്ക് പറക്കാൻ പേടിയില്ല. പക്ഷെ യു ക്യാൻ തിങ്ക് ഹു ഈസ് ദാറ്റ്. ബോയ്സ് ബിഹേവ്. ഓക്കെ, നമ്മളൊരു വലിയ മിഷനിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ക്രൂഷ്യൽ മിഷൻ ആയിരിക്കും. ഇത് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മാസം മുടങ്ങാതെ റേഷൻ അരി കിട്ടുള്ളൂ. വീട്ടിലേക്കൊക്കെ കൊടുക്കണ്ടേ ഫുഡ് കഴിക്കാനായിട്ട്? സാലറി വേണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങുവാണ്. ക്യാപ്റ്റൻ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. ക്യാപ്റ്റൻ, ഞാൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തില്ല ക്യാപ്റ്റൻ. അല്ലെങ്കിൽ വഴിമുടക്കായിട്ട് കുറെ എണ്ണങ്ങൾ കാണും. ഒന്ന് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യും സർജൻ കടയാടി. തീർച്ചയായും ക്യാപ്റ്റൻ. സോറി ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ, ഞാനൊരു കാര്യം മറന്നുപോയി ചോദിക്കാനായിട്ട്. ക്യാപ്റ്റൻ, ഈ മാപ്പ് ഡൗൺലോഡ് ആവുന്നിട വരെ ഒരു കാര്യം അർജന്റ് ആയിരുന്നേ ക്യാപ്റ്റൻ. എനിക്ക് സിക്ക് ആയിരുന്നേ. സിക്ക് ലീവ് കിട്ടുമെന്ന്. സിക്ക് ലീവ് എന്റെ ഭാര്യനെ മക്കളെ കാണാൻ വർഷമായി. എന്നിട്ട് നിനക്ക് സിക്ക് ലീവ് തരണടാ ഞാൻ? എനിക്ക് ഫുള്ള് അതിനോട് സമയമില്ല. ഫുള്ള് നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കണം, യുദ്ധത്തിൽ പോകണം, വെടി വെക്കണം. ഇതൊന്നും നടക്കേണ്ട കാര്യമില്ല മിസ്റ്റർ കട. ഇപ്പൊ എത്ര മക്കളുണ്ട് സാർ? സാറിന്? സോറി സാർ, ക്യാപ്റ്റൻ. അറിയത്തില്ല. അതായത് ഞാൻ യുദ്ധത്തിന് ഓരോ നാട്ടിലേക്ക് പോകും. അവിടെ എനിക്ക് ഓരോരോ ബന്ധങ്ങളായിട്ട് ഞാൻ അങ്ങ് കൂടും. ഇന്ന് ഇസ്താംബുളിലാണെങ്കിൽ നാളെ ഞാൻ അഫ്ഗാനിസ്ഥാനിലായിരിക്കും. അങ്ങനെയാണ് എന്റെ ഒരു ഇത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി? കണ്ടപ്പോഴേ മനസ്സിലായി, നല്ല വെടിക്കാരനാണ്. 70 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ക്യാപ്റ്റൻ. നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീമാണ്. ക്യാപ്റ്റൻ സ്റ്റാർട്ട് ഒന്ന് കൊടുത്തു നോക്കാവോ? മേ ബി എന്റെ മാപ്പ് ഡൗൺലോഡ് ആയിരിക്കും. ഓക്കെ ബോയ്സ്, ക്യാപ്റ്റൻ ഇനി ബാറ്റിൽ ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ, എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, പറക്കാൻ പേടിയുള്ളവര് എന്റെ അടുത്ത് പോലും പറയുന്നത് എനിക്ക് പേടിയാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ ക്യാപ്റ്റൻ, ഷുവർ. വീണ്ടും മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് പറയുന്നത്. മിസ്റ്റർ കടയാടി, താങ്കൾക്ക് ക്യാപ്റ്റൻ. സോറി ക്യാപ്റ്റൻ, ഞാനല്ല കേട്ടോ. ക്യാപ്റ്റൻ വൂൾഫ്. നായിന്റെ മക്കളെ കുറെ നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. particular map so it will be easier. No, it's not necessary. Actually, I don't know who didn't downloaded the map. Please, it was me. It was situation. Me. Wolf. Yeah. Captain Wolf reporting here. People are there. Only a little much, Captain. About what? Captain, just see about this type of inefficient people are there in our crew member. English medium. It's actually called a team. സർജൻ കുഞ്ഞു എന്താ ഒന്നും മിണ്ടാത്തത്? വളരെ സൈലന്റ് ആണെന്ന് തോന്നല്ലോ. അത് വലിയ ആൾക്കാർ സംസാരിക്കുമ്പോ ചേട്ടൻ മിണ്ടുന്നോണ്ടായിരിക്കും ബോസ്. അല്ല ശരി ക്യാപ്റ്റൻ. അതെ ചേട്ടൻ ഏതാ? എനിക്ക് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇങ്ങോട്ട് കാര്യം പറയാനുണ്ട്. നമ്മൾ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. എന്താണ് ക്യാപ്റ്റൻ? അവിടെ ഒരുപാട് അലർച്ച വിളികളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ പതറാതെ നിക്കണം. മനസ്സിലായോ? കുറച്ച് മലയാളം ഇതാണ്. കാരണം ഞാൻ 3 വർഷം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അങ്ങ് കാണ്ഡഹാറിലായിരുന്നു എനിക്ക് ജോബ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മലയാളത്തിൽ പല പോലെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഫാമിലി ഉണ്ടോ ക്യാപ്റ്റൻ? യവനെ ഞാൻ മിക്കവാറും C4 വെച്ച് കൊല്ലും. ഇത് കൺഫേം. ഞാൻ പറയുന്നത് കേൾക്ക്. ചോദിച്ചതില് ക്യാപ്റ്റൻ അതില്ലല്ലോ, ഭാര്യക്ക് സുഖമല്ലേ? ജനസംഖ്യ എടുക്കാൻ വന്നതാണോ? ഞാൻ പറയുന്നത് കേൾക്ക്.
ക്യാപ്റ്റൻ അതിനുള്ള ഓക്കെ ക്യാപ്റ്റൻ അങ്ങനത്തെ സ്കിൽസ് ഒക്കെ ഉണ്ടോ? ഓക്കെ, ഇതിൽ ഇതില് ആർക്കൊക്കെ നല്ലപോലെ വെടിവെക്കാൻ അറിയാം? ഐ മീൻ തോക്കുകൊണ്ട് ഗണ്ണ് വെച്ചിട്ട്. എനിക്ക് ഓ അതില് ഗണ്ണ് കുറവാ. വെച്ചാണോ? എനിക്ക് അപ്പൊ കുറവാ. എനിക്കറിയത്തില്ല. എനിക്കും എനിക്കും കുറവാ. അറിയില്ല, കുറവാണ്. എന്തുകൊണ്ടാ അറിയാലോ ഞങ്ങളുടെ പാരമ്പര്യം. ക്യാപ്റ്റൻ യു മേ ഇവാലുവേറ്റ് യുവർ സെൽഫ്. ഓക്കെ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് Yeah, പറയാം. yeah, yeah. അതേ മുന്നേ ആ വേണ്ട, സ്റ്റാർട്ട് വേണ്ട, ബോസ്, ക്യാപ്റ്റൻ പ്ലീസ് തുടങ്ങും ബ്ലോസ്. എനിക്ക് ഇനി കൂടുതൽ വെടി വെക്കാൻ വയ്യ. വെടിവെച്ച് വോയിസ്. ഹലോ ഹലോ ക്യാപ്റ്റൻ, വോയിസ് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. നിങ്ങൾ FPP-ലാണോ TPP-ലാണോ കളിക്കുന്നത്? ഞങ്ങൾ തേർഡ് പേഴ്സണിലാണ് ക്യാപ്റ്റൻ. നമ്മൾ പണ്ട് പോലെ കളിച്ചു വരുന്ന FPP ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ഒരു മുറ അനുസരിച്ച് എല്ലാവർക്കും ആ മുറ വേണമെന്നില്ലല്ലോ ക്യാപ്റ്റൻ. എന്റെ കയ്യിലിരിക്കുന്നേ. എവിടെ ആരും കാണുന്നില്ലല്ലോ. വൂൾഫിന് ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ് ചോദിക്കൂ. അടുത്ത വെടി വെക്കുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഓ, പിന്നെ ഇവിടെ ചെക്കിൽ അടിക്കാൻ വന്നതായിരുന്നു. ഓക്കെ ബോയ്സ്, നമ്മൾ പറക്കാൻ പോവാണ്. യെസ് ക്യാപ്റ്റൻ, യെസ്. ആർക്കെങ്കിലും മാപ്പ് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഞാൻ ക്യാപ്റ്റനെ ഫോളോ ചെയ്യുവാണ്. ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ മാപ്പിൽ മാർക്ക് ചെയ്യാം. ഞാൻ അവിടെ ചാടും. ഇല്ലെങ്കിൽ ഞാൻ ചാടുന്നിടത്ത് എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഷുവർ. നമുക്ക് അധികം ആളില്ലാത്തടത്ത് പോവാം. നമുക്ക് ചോപ്പർ ഉള്ളിടത്ത് പോവാം. നടുക്കിറങ്ങ. അല്ല, നമ്മൾ ചോപ്പർ ഉള്ളിടത്താണ് പോകുന്നത്. ഓക്കെ, ചോപ്പർ കണ്ടുവരും. അതാകുമ്പോ വളരെ നല്ലൊരു ഡിസിഷനാണ് ചോപ്പർ ഉള്ളത് അല്ലേ. ഓക്കെ ബോയ്സ്, എനിക്ക് പേടിയാവുന്നു ക്യാപ്റ്റൻ, എനിക്ക് പേടിയാവുന്നു ക്യാപ്റ്റൻ. പേടിക്കരുത്, ഞാൻ ഇല്ല ഇവിടെ. ആർക്കെങ്കിലും ഇതിനെ പറത്തറിയോ? ചോപ്പർ ഞാൻ അതില് ലൈസൻസ് ഉണ്ട് എനിക്ക് ക്യാപ്റ്റൻ. എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ ലൈസൻസ് പ്രത്യേകിച്ച് തന്നിട്ടുണ്ട് ഗവൺമെന്റ്. അതുകൊണ്ട് ഞാൻ ഓടിച്ചോളാം കേട്ടോ. അറിയാം. അയ്യോ, വീടിനെ കൊണ്ട് കയറിയാ. ബോയ്സ്, ഉള്ള തോക്കും കത്തിയൊക്കെ പറക്കെടുത്തു. ഇവിടെ ഒന്നും ഇല്ലെന്നാ തോന്നുന്നത്. ആരും ഇപ്പഴേ ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്കാണ് ലൈസൻസ് ഉള്ളത്, ദയവ് ചെയ്ത് എന്റെ വണ്ടി എനിക്ക് തന്നെ ഓടിക്കാൻ തരണമെന്ന് ഞാൻ താഴ്മയായി. സർജൻ കടയാടി, ദയവായി താങ്കൾ ക്ഷമ പാലിക്കണം. ഞാൻ പറയുന്ന പോലെയാണ് ഇവിടെ കളി പോകുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ? സോറി ക്യാപ്റ്റൻ, ദിസ് ഈസ് മൈ മിസ്റ്റേക്ക്. ഐ അപ്പോളജൈസ്. വെയിറ്റ് ചെയ്യ്, ഞാൻ വല്ല ഗണ്ണൊക്കെ എടുക്കട്ടെ. ഇംഗ്ലീഷ് പിള്ളേരുമായിട്ട് CBC വാണത്തിനൊക്കെ എടുത്ത് ആരാണ് പറഞ്ഞത്? സർജൻ കുഞ്ഞുഞ്ഞാണോ? സർജൻ കുഞ്ഞുഞ്ഞ് എന്റെ അടുത്ത് ഈ വീണ്ടും താഴെ ഞാൻ ഉണ്ട്. അയ്യോ, എന്തോ ഞാൻ തെറിച്ചവിടെ പോയി. സോറി ക്യാപ്റ്റൻ, അത് ആരോ വണ്ടി ഓടിച്ചു, അതുകൊണ്ട് കേട്ടോ. എന്താണ് ഇപ്പൊ സർജൻ കുഞ്ഞുഞ്ഞും സർജൻ മൂസും ദയവായി എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ പറഞ്ഞു. പെട്ടെന്നോ സർജൻ വൂൾഫ് ഞാൻ വിളിച്ച ഉടനെ പറയണം. You have to come urgently. There is no option, even if you are collecting the ammo. Yo, what happened? Strike. Okay, sorry. നമുക്ക് ഓക്കെ. ഇനി ബാ. സാറിനെ സഹായിച്ചതിന്റെ മൂല്യത്തിൽ എന്നെ സർജൻ കടയാടി എന്റെ ബാക്കിൽ നിൽക്കും. സർജൻ വൂൾഫ്, സർജൻ കുഞ്ഞിന് എന്റെ ഫ്രണ്ടിൽ നിൽക്കുക. കുഞ്ഞിന് മാത്രം. വൂൾഫ് എവിടെ? Can you please come? ഓക്കെ, നിൽക്കല്ലേ? രണ്ട് സൈഡിൽ നിൽക്കും. ഓക്കെ, തീർച്ചയുണ്ട്. ആരും പേടിക്കണ്ട. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഉള്ളത്? ഇവിടെ വാ. ആൾക്കാർ പണിഷ്മെന്റ് തരാതെ ഇവിടെ നമ്മൾ പോത്തില്ല. ഇവിടെ നിൽക്കേ. റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്ന മതി. 20 പുഷപ്പ് രണ്ടുപേരും. പെട്ടെന്ന് എടുക്കും. 1 2 നീയൊക്കെ എന്തുവാടാ തിന്നുന്നത്? പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യേ.
നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അവിടുന്ന് ആരാ ഇവിടുന്ന് മാറി ഇപ്പൊ അമ്മ വെക്കാൻ പോയതാരാ? ഇവിടെ നിക്കി ഇതിന് കഞ്ചെണ്ണം കൂടെ എക്സ്ട്രാ അടിക്ക്. അയ്യോ എവിടെ ആരാ? നല്ല അടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇനി പുഷപ്പ് അടിച്ചോണ്ടിരുന്ന ഫുള്ള് സർജൻ കടയാടി ദയവായി ചോപ്പർ എടുക്കേണ്ടതാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ഡ്രൈവർ. അതർവൈസ് കുറച്ച് ഓടിക്കുമ്പോ നീ ഇപ്പൊ വണ്ടിയിൽ കയറി എല്ലാരും ചോപ്പർ എടുത്തേക്കുവാ. ഒരു മിനിറ്റ് വെയിറ്റ് നമ്മളിവിടെ മാപ്പിന്റെ ഇവിടെ സർജൻ കടയാടി ഞാൻ ഒരു മാപ്പിന്റെ ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുള്ളൂ, അവിടേക്ക് പോകണം. എവിടെയാണ് സർ? മാപ്പ് നോക്കാം. എല്ലാരും കയറിയല്ലോ. അതാ ഇടത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മരമാണെന്ന് എനിക്കറിയാം. എന്തോ ഒരു മരമാണ്. ഇത് കണ്ടിട്ട് മൂന്നാർ പോലെ ഉണ്ട്. മൂന്നാറോടാ കട്ടപ്പന. നീ എവിടെ? നിന്നെ കാണുന്നില്ലല്ലോ. നീ 5 പുഷപ്പ് ഇനി ബാക്കിയുണ്ട്. ഞാൻ ഹെലികോപ്റ്റർ ദയവായി ലാൻഡ് ചെയ്യുമ്പോ സൂക്ഷിച്ച് ലാൻഡ് ചെയ്യണം. ആകെ ഒരു ചോപ്പറേ ഉള്ളൂ. ഹെലികോപ്റ്ററിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? ഈ കളി എങ്ങാണ് തോറ്റ 1 മാസത്തേക്ക് റേഷൻ കടയിൽ നിന്ന് ഒരു സാധനം കിട്ടത്തില്ല. സാലറി ഞാൻ കട്ട് ചെയ്യും. നീ അറിയാം. എല്ലാരും തോക്കുകളൊക്കെ വാരി എടുക്കുമ്പോ ക്യാപ്റ്റൻ ഞാൻ പട്ടീനെ വരട്ടെ. ഇപ്പൊ എന്തിനു പട്ടീനെ വിടുന്നത്? അത് ഞങ്ങളുടെ വീട്ടിലെ പാരമ്പര്യമാണ്. വീട്ടുപേരെ പട്ടിക്കുടുംബം കടയാടി. ഓക്കെ ക്യാപ്റ്റൻ ഇവിടെ സ്ക്വാഡ് ഉണ്ട്. എവിടെ സാർ? എല്ലാരും ഗവൺമെന്റ് ഓഫീസിലൊക്കെ വിളിക്കുമ്പോൾ നീ എന്നെ സാറിന് വിളിക്കുന്ന ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ആണോടെ? എന്താ സാറേ? ക്യാപ്റ്റൻ പ്ലീസ്. സർജൻ കുഞ്ഞിന്റെ അടുത്ത് ഒരാളുണ്ട്. അവനെ അല്ല, അവന്റെ ഉപ്പ ഞാൻ കിഴിച്ചു. ആരത്? സർജൻ കുഞ്ഞിനാണ് താങ്കൾ വെടിവെക്കുന്നത്. സർജൻ കൂൾസ് ആള് മാറി വെടിവെക്കല്ലേ? ഞാൻ പിന്നെ ആരെ കൊണ്ടുപോകും വെടിവെക്കാനായിട്ട്? എല്ലാരും കൂടെ കൊന്നു കഴിഞ്ഞ Airdrop has been delivered. Anybody has any like bandage or something? ബാൻഡേജോ? കാലും എല്ലാം മുറിഞ്ഞോ? എടോ ഇത്ര നാളായിട്ട് ആർമി കണ്ടിട്ട് ഞാൻ ബാൻഡേജ് എന്നാണോ പറഞ്ഞത്? ആർമർ എന്ന് പറയണോ? സോറി ക്യാപ്റ്റൻ, ഞാന് ഓൾഡ് പബ്ജി പ്ലെയർ ആയിരുന്നു, അതാണ്. സോറി. അതെ അവിടെ എവിടെയോ കൊണ്ടിട്ട് എന്തോ പറ്റി, അതുകൊണ്ട്. ഓക്കെ എല്ലാവർക്കും അഴുക്ക് പായില്ലേ തന്തേക്കാൾ മോശം. ആരാ ഇപ്പൊ പറഞ്ഞാരാ? പെട്ടെന്ന് എന്റെ അടുത്തേക്ക് പോവാ. എടാ C4 ഉണ്ടോ? C4 C4 ആരുടെയും കയ്യിലുണ്ടോ? വെക്ക അവിടെ വെക്ക്. C4 ഇട് ഇവിടെ. C4 ഇട് അവിടെ. എന്താ ഏതാ C4? അത് ഗ്രനേഡ് അല്ലടാ. ഹലോ ക്യാപ്റ്റൻ, ലൂട്ട് ഇവിടെ വാ ക്യാപ്റ്റൻ. നമുക്ക് ചോപ്പർ എടുത്ത് പോവായിരുന്നു. താൻ മണ്ടനാണ് അത്ര ദൂരം ഓടിപ്പോയത്. എന്നാ നീ പോയിട്ട് വാ, ഞാൻ അങ്ങോട്ട് ഓടിയേക്കാം. നീ ചോപ്പർ എടുത്തിട്ട് വാ. മനസ്സിലാക്കി സർജൻ കടയാടി. ഞാനിപ്പോ വരാം. I will take helicopter and come. എന്റെ പുറകെ സർജൻ ഓടി വരുന്നുണ്ട്. ഇത് ഒരിക്കലും സമ്മതിക്കുന്ന കാര്യമില്ല. ഇത് എന്റെയാണ്. കാരണം ഇത് ക്യാപ്റ്റന്മാർക്ക് വേണ്ടിയിട്ട്. അയ്യോ ഇതാണ് പെട്ടി. ആരാ മോനെ ഇതൊന്ന് പറഞ്ഞേ? ഇത് മറ്റേ ഇതാണ് നമ്മുടെ ലോഡ് ഔട്ടിലുള്ള സാധനങ്ങൾ കിട്ടുന്നതാണ്. മനസ്സിലായോ? ഓക്കെ ബോയ്സ് ഇൻകമിങ്. ഓ എനിമി. ചോപ്പർ എടുത്തോണ്ട്
Captain, ഇവിടെ enemy, there is enemies, boss. ബോസാ നിങ്ങൾ എന്നെ അങ്ങനെ Sorry, Captain. ഒന്നും കാണിക്കണ്ട കേട്ടാ. നിങ്ങൾ ഇടയ്ക്കൊക്കെ വിളിച്ചോ എന്തേലുമൊക്കെ. ബോസ് ഒക്കെ ആയിട്ട് ഇനി നാളെ അച്ഛാന്ന് വിളിക്കുമല്ലോടെ. സർജൻ Captain ഇനി കുറെ ആയിട്ടുണ്ട് പണിഷ്മെന്റ്. എന്നോട് ചേർത്തിട്ട് ഞാൻ C4 വെച്ച് മിക്കവാറും ആഹാരത്തിൽ വെച്ച് ഞാൻ പൊട്ടിക്കും. Please, like, we are in a mission, so respect the language and respect the people. ഓക്കെ, എന്നെ ആരെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ വരാമോ പ്ലീസ്? പറ്റത്തില്ല. Sure. Sir, may I coming? ഞാൻ വരും. Sickness. Captain, Sir, ഞാൻ വന്നു. helicopter എടുക്കട്ടെ? Sir, ഞാൻ വന്നു. എവിടെയാണ് ഹെലികോപ്റ്റർ ഉള്ളത്? സാർ എൻ്റെ കൂടെ വാ. കേറിക്കോ. ഞാൻ വരുവാ. ഞാൻ മാപ്പ് മാർക്ക് ചെയ്തോണ്ട് വീഡിയോ. ഓക്കെ സാർ എൻ്റെ കൂടെ കയറിക്കോ. സേഫ് ആയിട്ട് എത്തിക്കാം. Okay, Captain, can I follow that car? നീ എന്നെ കയറ്റിക്കൊണ്ടോ അവനെ ഫോളോ ചെയ്യണേ. ഒരു ഡ്രോപ്പ് എടുത്ത് ഇങ്ങനെ Where are you, sir? നിന്റെ തൊട്ട് I can see you. എന്റെ തലയിൽ നിന്ന് I'm coming, boss. കൊല്ലൂടെ. Somebody is fighting. വെടിവെക്കരുത്. എവിടെ പോയി ചായ പിടിച്ചു? ഓക്കെ വെടിവെക്കരുത്. സർജൻ കടയാടി. പിച്ചി മാൻഡി. സർ എങ്ങോട്ടാണ് പോണ്ടേ? മാർക്ക് ചെയ്തിട്ടുണ്ടോ? മാർക്ക് ചെയ്തരാം. ഇവിടെയൊക്കെ പോയിക്കോളും. എവിടെ പോകാനുള്ള മാപ്പില് ഇനിയുള്ള ആൾക്കാരെ UKG പിടിച്ചോണ്ട് വരരുത്. ഇതെന്ത് ഇത്? ട്രെയിനിങ് കൊടുക്കണം സാർ. ഹിമാലയ ഫ്രണ്ടിലേക്ക് നോക്കും. Wow, what a beautiful sight. ഹായ് മല. ഇപ്പൊ ചാവ് നോക്കിയിരുന്നു. ഇതിന്റെയൊക്കെ വായിക്കും. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം Boss, നല്ല I'm landing the കാര്യം chopper. I'm landing the chopper. എതൊക്കെ Boss, chopperന്റെ health കുറവാണ്. ഇവിടെ നിർത്തേണ്ടത്. അവനടക്കം വണ്ടി ഓടിക്കാൻ കൊടുത്ത് എന്നെ വേണം ആദ്യം അടിക്കാൻ. വണ്ടി എടുത്ത് ഞാൻ മാറ്റി ഒരു മിനിറ്റ്, നിങ്ങൾ ചോപ്പറിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അകത്തുണ്ടോ നിങ്ങൾ നോക്കിയത്? ഇരിക്കുന്നത് boss. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. എടാ നീയൊക്കെ എവിടെയാണേ? ഞാൻ നിന്നെയൊക്കെ ഒരുമിച്ച് പോകാനാണ് വിളിച്ചത്, ഒറ്റയ്ക്ക് കളിക്കാനല്ല. സാർ ഞാൻ അടുത്തുണ്ട് സാർ. നിർത്തുന്നുണ്ട് അവനൊന്നും കാണാൻ പോകുന്നില്ല. കുഞ്ഞുഞ്ഞ് ഭയങ്കര അലമ്പ്. കടയാടി കേൾപ്പിക്കരുത് കേട്ടോ. കൊടുക്കണം. ലൂട്ട് നാശം പിടിച്ച മാതിരി വിളിക്കണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും എനിക്ക് കിട്ടത്തില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ബാഗിനകത്ത് ഇതൊന്ന് റിമൂവ് ചെയ്യട്ടെ. വണ്ടി എടുത്തോണ്ടങ്ങനെ പോയാ ക്യാപ്റ്റൻ ഈ മോനെ സെറ്റ്. എനിക്ക് ആരെങ്കിലും വെടിവെക്കാൻ താടേ. ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് ഞാൻ നാളെ കൊണ്ടുവരണം. ഓക്കെ ക്യാപ്റ്റൻ അടി. ഓക്കെ നമ്മുടെ കടയാടി നിന്നോട് അവിടെയാണ് ചോപ്പർ ഇടാൻ പറഞ്ഞത്. സോറി ക്യാപ്റ്റൻ, അത് അവിടെയാണ് ഇറക്കിയത്, ലാൻഡ് ചെയ്ത് അവിടെയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. പിന്നെ കുഞ്ഞുഞ്ഞ് അത് പൊട്ടിച്ചു. ആരാ പൊട്ടിച്ചത്? ചോപ്പർ ആരാ പൊട്ടിച്ചത്? കുഞ്ഞുഞ്ഞ്. ഞാൻ അവിടെ പോലും അല്ല, നിങ്ങളുടെ അടുത്തല്ല. ഓക്കെ ക്യാപ്റ്റൻ, ഐ ആം അണ്ടർ അറസ്റ്റ്. ടെൻഷൻ ആവില്ല, ഞാൻ വന്നു. പേടിച്ച് നിലവിളിച്ച് മരിക്കാതിരിക്കുക. അവന്റെ നിക്കറ് വരെ ലൂട്ട് ചെയ്തോണ്ട് പോയി. എന്തോന്നാണ് നീയൊക്കെ?
എന്റെ ഹെലികോപ്റ്റർ നശിപ്പിച്ചു. എനിക്ക് പുതിയ കാറ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിമി സ്പോട്ട്. അത് ഊൾഫിന്റെ കാറാട്ടോ. ഊൾഫ് അവിടെ കൊണ്ടിട്ടിരിക്കണ കേട്ടോ. ആണോ? പുതിയ കാർ. എനിമി സ്പോട്ടഡ് സ്ക്വാഡ് വൈപ്പ്. ആരെങ്കിലും ഒന്ന് വാടേ. ഏത് കാറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്? ബെറ്റർ ഓപ്ഷൻ ഏതാണ്? Can you please come follow me? I have a car. ആരാണ് പറഞ്ഞത്? ഈ കാർ കയറിക്കും. ഇല്ല നമ്മൾ കുറച്ച് ടാക്ടിക്കൽ ആയിട്ടുള്ള വെഹിക്കിൾസിലേക്ക് കാരണം അതിന് മെഷീൻ ഉണ്ട്. ഒരാളെ കയറിയാ ഒരാൾക്ക് വെടി വെക്കും. സർജൻ കടയാടി വിട്ടോളൂ. ഞാൻ വേറെ ആരെങ്കിലും പുറത്തുണ്ടോ? ഇല്ലല്ലോ. Where to mark, boss? Captain. ഇവിടെ പോട്ടെ. മാർക്ക് ചെയ്യാം. ഇവിടെ അവിടെ നിറച്ച ആളുകൾ. ഇന്ന് നമ്മൾ കൊയ്യും വണ്ടി ഇടേ. May I come in, sir? Come on. സർജൻ കടയാടി കുറച്ച് പെയ്യെ പോയാണെങ്കിൽ കണ്ണെങ്കിലും കാണാറുണ്ട്. The Wolverine is hit me at the സ്കോഡ് ഉണ്ട്. സർജൻ കടയാടി കുറച്ച് മുന്നോട്ട് പോയി. Enemy. നശിപ്പിക്കും. സർജൻ കടയാടിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഡ്രോപ്പ് ലൂട്ട്. ലൈസൻസ് ഒക്കെ ഉള്ള കേട്ടോ. കുഞ്ഞുഞ്ഞെ എന്നാ പരിപാടിയാണ്? ആ ലൂട്ട് എടുത്താ സത്യമായിട്ട് കൊല്ലും. ഓക്കെ സാർ. ഗയ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ടാങ്ക് കിടപ്പുണ്ട്. അത് ഞാൻ ഓടിക്കണോ? ഫ്രണ്ടിലേക്ക് നോക്ക്, ഒരു ടാങ്ക് ഉണ്ട് അവിടെ. വാട്ടർ ടാങ്ക് ഓടിക്കാനുള്ളതാ, ഇഴയ്ക്കാനുള്ളതല്ല. അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത് അങ്ങോട്ട്. ഞാൻ പറഞ്ഞേ എന്താ അവന്റെ ലിറ്റർ ഞാൻ ചെയ്യും. എവിടെയാണ്? ഓക്കെ, ടാങ്ക് എടുക്ക. നമ്മൾ ജയിച്ചെന്ന് തോന്നുന്നു സാർ. Yes, we won the battle, Captain. We won it. What to say? We won.